നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് വന്നാലോ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നാലോ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ കറങ്ങാൻ വരുന്ന സമയത്തോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഏരിയയിലേക്കാണ്. അതേതാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബക്കു സൂ പാർക്കിലാണ്. സോ നമുക്ക് ഇതിനകത്തുള്ള വിശേഷം കാര്യങ്ങൾ നോക്കാം. കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് പോയി നോക്കാം. അതെ, എന്തുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സൂ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിന് പറ്റുന്ന രീതിയിലുള്ള മൃഗങ്ങളായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വാതിലിൽ കണ്ടു സീബ്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. സോ നമ്മുടെ നാട്ടിൽ അത് കാണാറില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ കയറി കണ്ടിട്ട് പോകാം. നമ്മൾ തന്നെ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റ് എന്ന് വെച്ചാൽ 15 മനാത്താണ്. സോ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ എൻ്റർ ആവുകയാണ്. പക്ഷേ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ 7 മനാത്ത് മാത്രം കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു എൻട്രൻസ്. ഇതാണ്ട് ഇവിടെ അക്വട്ടോറിയം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം. സെറ്റപ്പ് ഒക്കെ അടിപൊളി അല്ലേ? അതെ അതെ. ഈ ഒരു സംഭവം നമ്മുടെ ട്രിവാൻഡ്രം സൂവിലുണ്ട്, മറ്റേ പാമ്പൊക്കെ ഉള്ള ഏരിയ, ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ. ഓ നൈസ്. മുതല അലിഗേറ്റർ അല്ലേ? അലിഗേറ്റർ അല്ല, ഇത് അലിഗേറ്റർ ആണ്. നല്ല ക്ലിസ്റ്റർ സൈഡിലൊരു സാധനം ഇരിക്കുന്നത്. എന്റെ മോനെ, ജീവനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സൂവിലൊക്കെ ഇത് ക്രൊക്കഡൈലിനെ കാണുന്ന കണക്കല്ല, ഇവിടത്തെ ഒരു വെറൈറ്റി രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് കറക്റ്റ് നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഫീലാണ്. കണ്ടോ, നല്ല നല്ല ക്ലിയർ ആണ് ഗ്ലാസ്സിന്. ബെഡ്ഷീറ്റ് കിടക്കുന്ന ഒരു സാധനം കിടക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ മലമ്പാമ്പാണ്. നമ്മൾ കറക്റ്റ് കടലിലെത്തിയ മാതിരില്ലേ, നല്ല ഭംഗിക്കല്ലേ വെച്ചേക്കുന്നേ. നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് കേറുന്നതിന് മുതലാണല്ലേ ഇവിടെ. അതെ അതെ, ഇത് നമ്മുടെ കൊച്ചിയിലെ മറ്റേ മറൈനൊക്കെ അതിനകത്തുണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ മോളിൽ കൂടെ പോകുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് കുറെ ഷോസ് നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ സൈഡിൽ കാണുന്നത് ബെലൂഗ എന്ന് പറഞ്ഞ ഫിഷാണ്. ഇത് ആക്ച്വലി ഒരു പ്രെഡേറ്ററി ഫിഷാണ്. ഇവർ ലൈഫ് സ്പാൻ പറയുന്നത് തന്നെ ഒരു 35 തൊട്ട് 60 വർഷം വരെ ജീവിക്കും എന്നുള്ളതാണ്. ഇത് കൊളറാഡോ റിവർ ടോഡാണ്. അതായത് ഈ തവളയുടെ പേരാണ്. ഇത് ലാർജസ്റ്റ് തവളയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏരിയയിലെ. ഭയങ്കര പോയിസണസ് ആണ്. സൈക്കോ ആക്റ്റീവ് കെമിക്കലിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പോയിസൺ ഉള്ള തവളയാണ്. ഇതിന്റെ വെനം അത്ര പോയിസണസ് ആണ്. നോക്കുക, ഈ സ്മൈലും പീലി വിടർത്തി നിൽക്കുന്ന നല്ല രസമുള്ള ഭംഗിയുള്ള സീനാണെന്ന് നോക്കിയേ. അവർ നമ്മളെ കാണിച്ചു തരുന്ന പോലെ ഉണ്ടല്ലേ. ഒന്ന് തിരിയോ പ്ലീസ്. ഡാൻസ് ചെയ്യുന്നറാ. ഇത് ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കണം തോന്നുന്നു. മറ്റേ കണ്ടോ, പുള്ളിക്കാരി ഇപ്പുറത്തോട്ട് നോക്കി വിഷമിച്ചിരിക്കുന്നു, പുള്ളിക്കാരൻ അപ്പുറത്തോട്ട് നോക്കി വിഷമിച്ചിരിക്കുന്നു. ഗൈസ്, നമ്മുടെ നാട്ടിലെ സൂവിലൊന്നും കാണാത്ത ഒരു മൃഗത്തിനെ ഞാൻ കാണിച്ചു തരാം. നോക്ക് ഗൈസ്, കങ്കാരു. എന്ത് രസമുണ്ടല്ലേ. അവര് കച്ചിയാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. ആ കങ്കാരു കഴിക്കുന്നുണ്ടോ? മദർ കങ്കാരും ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുറെ കങ്കാരൂസ് ഉണ്ട്. ഗൈസ്, അതിന്റെ കൊമ്പ് ആക്ച്വലി എനിക്കൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചേക്കോണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുറേ ഡിയേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ കുറെ ഏരിയ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവർ ഈ സൂ സെറ്റ് ചെയ്തേക്കുന്നതിന് അടിപൊളിയായിട്ടാണ്. കണ്ട, കറക്റ്റ് നമുക്ക് ഇതിനെല്ലാം തൊട്ടടുത്ത് കാണുകയും ചെയ്യാം. പക്ഷെ അതൊരു സേഫർ സൈഡിൽ തന്നെയാണ് മൃഗങ്ങളും അതുപോലെ പക്ഷികളൊക്കെ നിൽക്കുന്നതെങ്കിലും നമുക്കൊരു എന്താ പറയുക, തൊട്ടടുത്തേക്ക് ഫീല് കൂടെയാണ്. നോക്കിയോ, കഴുകൻ അതിനിട്ടേക്കുന്ന കൂട് തന്നെ ഉണ്ടല്ലേ, വലിയ കൂട പണിയിട്ടേക്കുന്ന. ഇത് മനുഷ്യനെ വരെ കൊത്തുന്ന സാധനമല്ലേ? അതെ അതെ. എത്ര എണ്ണം ഉണ്ട്? ഒരുപാടുണ്ട്. കഴുകൽ കഴിക്കാൻ വലിയ പീസ് ഇട്ടെടുത്തേക്കുന്നുണ്ടോ? അപ്പുറത്ത് മറ്റേ കാലും എല്ലൊക്കെ ഉണ്ടായിരുന്നു.
നമ്മളിതിങ്ങനെ കാണുമ്പോൾ കുറേ ഫറുള്ളപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നുന്നത് ക്യാമറ, ഞങ്ങൾക്കും ആ ഡൗട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഇവിടെ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഫർ എന്ന് പറയുന്നത് ചൂട് സമയമാകുമ്പോൾ നാച്ചുറലി അത് ഷെഡ് ഡൗൺ ചെയ്യും. ഇപ്പോൾ തണുപ്പ് ടൈമിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓണായിട്ട് വരുന്ന ഒരു ഫറാണ് കാണുന്നത്. ആക്ച്വലി നമ്മൾ ഈ മറ്റുള്ള മൃഗശാലയിൽ പോകുന്ന നടക്കല്ലേ, കറക്റ്റ് ഓരോന്നിനും ഒരു കുറെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് നമ്മളൊരു കാട്ടിക്കൂടെ പോകുന്ന ആ ഒരു ഫീലൊക്കെ തന്നു. എന്നുവെച്ചാൽ അത് കാണാതിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. എന്തായാലും നമുക്ക് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. അത് നമുക്ക് ഈ സൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഇവിടെ തന്നെ ഇരിക്കാൻ കുറെ ഏരിയാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ ഉച്ചയിറക്കം കാണണമെങ്കിൽ പെട്ടെന്ന് വാ. നല്ല ഭോജന ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു ചെറിയൊരു പുലി. അത് പിണങ്ങി. ഇവിടെ നമുക്ക് ലോഗ് ഹൗസ് പോലൊരു ഏരിയ ഉണ്ട്. ഇതിന്റെ ടോപ്പ് ഫ്ലോറിൽ നിന്നാലും നമുക്ക് കറക്റ്റ് താഴോട്ട് നോക്കി മൃഗങ്ങളെ കാണാൻ പറ്റും. ആക്ച്വലി നടന്ന് കുഴഞ്ഞു വിടുന്നവർക്ക് കോഫി കുടിക്കാനായിട്ട് സെപ്പറേറ്റ് ഓരോ ഏരിയയിലും കുറെ കഫറ്റീരിയയും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുലി നമുക്കിനി അടുത്ത് കാണാം. ആയി പറയാം. പുലി കുറെ നേരമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് ഭയങ്കരമായിട്ട് നടക്കുന്നു. പുലി എക്സസൈസിലാണ്. ഗൈസ്. കുറെ നേരമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്നു. കണ്ട പിന്നെയും തിരിച്ചു പോകുന്നു. ഗൈസ്, വിശന്നാൽ പുലി പുല്ലും തിന്നെന്ന് പറയുന്നതേ. നമുക്ക് ഈ ഒരു സൂവില് കോഫിയൊക്കെ കുടിച്ച് വേണ്ട തൊട്ടടുത്ത് കരടിയൊക്കെ കണ്ടിട്ടിരുന്ന് കോഫി കുടിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഡേറ്റിനൊക്കെ കൊണ്ടുവന്ന ഈ കോഫി ഷോപ്പിൽ കൊണ്ടുവന്നാൽ മതി. കരടി കാണും, തൊട്ടപ്പുറത്ത് വോൾഫുണ്ട്. നോക്കിയേ, സീബ്ര നിൽക്കുന്ന കണ്ടില്ലേ? കഴുതയുണ്ട് കേട്ടാ, കഴുത. ഇത് ഈ സൂവിനകത്ത് തന്നെ ഉള്ളൊരു ഫാം സെറ്റപ്പാണ്. കറക്റ്റ് എക്സാക്ട്ലി നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈൽ ഫാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ ഉണ്ട്. ഈ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെമ്മരിയാട് ഒക്കെ നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഈ സൈഡിൽ നല്ല വൈറ്റ് ഒരു കുതിരയല്ലേ? യെസ്, ഇറ്റ്സ് കുതിര. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ അപ്പുറത്ത് കണ്ട ക്യൂട്ട് ആട്ടിൻകുട്ടികൾ. ഇത് ഇവിടുത്തെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കാണ്. കുട്ടികൾ കാണുമെന്ന് എനിക്കറിയില്ല. ചെറിയൊരു പാർക്ക് സെറ്റപ്പാണ് ഈ ഫാമിനോട് ചേർന്ന് തന്നെ. നല്ല രസമുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊരു ഹാഫ് ഡേ എങ്കിലും മിനിമം ചിലവാക്കാതെ ഇവിടുന്ന് പോകൂല. നമ്മൾ കൃത്യം 2 മണിക്കാണ് ഈ സൂവിൽ എൻ്റർ ആയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 o'clock ആയി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. ഇപ്പം നമ്മളൊരു 3 hours ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് അറിഞ്ഞിട്ട് പോലുമില്ല. എന്നുവെച്ചാൽ അത്രയും ഭംഗിയുള്ള, നമ്മൾ അക്വാട്ടിക് കണ്ടതാണെങ്കിലും അല്ലാണ്ട് പുറത്ത് കണ്ടാണെങ്കിലും എല്ലാം നല്ല രസമുള്ള. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ടൂറിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് വീക്കെൻഡിന് വരുന്ന ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ ഈ ഒരു പ്ലേസ് കയറി എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സ്പോട്ടാണ്. നമ്മൾ ഇതിന് ഓരോ മുടക്കുന്ന ഓരോ പൈസയും വെറുത്ത് എന്നൊക്കെ പറയില്ല ചില കാര്യങ്ങൾ, അതുപോലെയാണ് ഈ സൂവിൽ നിങ്ങൾ വരുന്നത്. അല്ലെ, അടിപൊളിയായിരിക്കും. അപ്പോൾ അസർബൈജാൻ വിസിറ്റ് ചെയ്യുന്നവരും പഠിക്കാൻ വരുന്നവരൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.